ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ഓണം വിഷു സദ്യ റെസിപ്പി കുറുക്ക് കാളനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും നമുക്ക് തയ്യാറാക്കാം. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇത് ഞാൻ ഏത്തക്കായയും ചേനയും വെച്ചിട്ടുള്ള കുറുക്ക് കാളനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസ് എല്ലാം ഈ വീഡിയോയുടെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾ രേഖപ്പെടുത്താം. കാളന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ചെറിയ ഏത്തക്കായ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് ഏത്തക്കായ 2 എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഏത്തക്കായ കട്ട് ചെയ്തെടുക്കുന്നത് എന്താ പറയുക, ചെരിച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരിഞ്ഞിട്ട് അതിലേക്കാണ് ഏത്തക്കായൊക്കെ ഇടുന്നത്. ഏത്തക്കായുടെ ഒക്കെ ഒരു കറയുണ്ടല്ലോ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെരിച്ചിട്ട് നമുക്ക് എല്ലാം ഒരു മീഡിയം സൈസിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ചേനയും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കണം. മൺചട്ടിയിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കുക, കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി അധികം ആവരുത്, കളറ് ചേഞ്ച് ആവും. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളകിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടി കീറി ചേർത്ത് കൊടുക്കണം. അത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങയിലും മുളക് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പിലയും 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഒരു മുറി തേങ്ങയും 1 ടീസ്പൂൺ നല്ല ജീരകവും 2 പച്ചമുളകും 2 വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ചേർത്തിട്ട് തേങ്ങയുടെ ഒപ്പം തന്നെ വെള്ളവും ചേർത്ത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചേനയും ഏത്തക്കായും നമ്മൾ വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഏത്തക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കുക. അപ്പോൾ ഇടയ്ക്ക് നോക്കുക, ശ്രദ്ധിക്കാം കേട്ടോ. അതും ചട്ടിയിലാണല്ലോ വച്ചേക്കുന്നത് നമ്മൾ. അപ്പോൾ നമ്മുടെ ഏത്തക്കായയും ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ, ഫ്ലെയിം കൂട്ടി വെച്ചിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കറി വല്ലാണ്ട് ലൂസായിപ്പോൾ നമുക്ക് കുറുക്ക് കാളനല്ലേ കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുറുകും. അപ്പോൾ നിങ്ങൾ ഇളക്കി തന്നെ ഇത് തേങ്ങ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അടി പിടിക്കാതെ. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തൈര് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങയുടെ സെയിം അളവ് തന്നെ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നല്ല പുളിയുള്ള തൈരും നമുക്ക് കാളിന് വേണ്ടിയിട്ട് വേണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മോര് പരുവത്തിലൊന്നും ചേർക്കേണ്ട, കാരണം നമ്മൾ കുറുക്ക് കാളിനാണല്ലോ ഉണ്ടാക്കണം. അപ്പോൾ ഒരുപാട് ലൂസ് ആവരുത്. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുത്ത തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരണം. നല്ലോണം തിള വരുന്ന സമയത്ത് വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഉലുവാപ്പൊടി 2 പിഞ്ച് 2 നുള്ള് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവാപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കാത്തത്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിക്കാം. ഞാൻ പൊടി ചേർക്കാത്തതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്തേക്കുന്നത്. പൊടി ചേർക്കണവർ 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ വഴറ്റിയിട്ട് നമുക്ക് കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കാളൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇത് അടച്ചു വയ്ക്കണം ഒരു 5 മിനിറ്റോളം. അതിനുശേഷം സെർവ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് ഇളക്കി യോജിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിലും എന്താ പറയുക, കുറുക്ക് രൂപത്തിലാണ്, നല്ലോണം കുഴമ്പ് രൂപത്തിലായിരിക്കും ഇത് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത്. പ്രത്യേകിച്ച് ചട്ടിയിലുണ്ടാക്കുമ്പോൾ ശരിക്കും വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് കുറുകി നമുക്ക് കിട്ടും. ശരിക്കും കുറുക്ക് കാളൻ അന്നേരം ആവും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസായിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.